അരളിപ്പൂ കഴിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. സൂര്യ സുരേന്ദ്രൻ എന്നറിയപ്പെടുന്ന ഒരു ഹരിപ്പാട് പള്ളിപ്പാട് സുരേന്ദ്രൻ എന്ന കൂലിപ്പണിക്കാരൻ്റെ മകൾ സൂര്യ സുരേന്ദ്രൻ ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കുമായി ബന്ധപ്പെട്ട് പോവാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിപ്പൊക്കെ കഴിഞ്ഞ് നഴ്സിങ്ങിനായി ജോയിൻ ചെയ്യാൻ വേണ്ടി ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ റെഡിയാക്കി. അത് ആ ഒരു പോക്ക് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇറ്റലിയിലേക്ക് നാളെ പോവുകയാണ് എന്നുള്ള തൊട്ട അയൽവാസിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു കോൾ വരികയും ആ കോൾ എടുത്തുകൊണ്ട് നമ്മളെ കണ്ടല്ലോ പല പുഷ്പങ്ങളും അതേപോലെ ഇലകളൊക്കെ നമ്മൾ നുള്ളി നോക്കുമല്ലോ, അങ്ങനെ നുള്ളി നോക്കി ഈ ഒരു അരളിപ്പൂ എന്നറിയപ്പെടുന്ന ഈ ഒരു പൂവും ആ പൂവിൻ്റെ ഇലയും കഴിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആണ് ആ ഒരു സൂര്യ സുരേന്ദ്രൻ മരിക്കാൻ ഇടയായത് എന്നുള്ളത് പല വാർത്തകളിലും നമ്മൾ കാണാൻ ഇടയായി. എന്തായാലും ഈ അരളിപ്പൂ കഴിച്ച് തന്നെയാണ് എന്നാണ് സൂര്യ സുരേന്ദ്രൻ മരിച്ചത് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ സൂര്യ സുരേന്ദ്രൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വോയിസ് റെക്കോർഡിംഗ് ആദ്യം കേൾക്കാം. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മളുടെ അരളിപ്പൂ ഇല്ലേ, പിങ്ക് കളറിലെ അരളിപ്പൂ, അത് ആരും നമ്മുടെ കുഞ്ഞുങ്ങളോടാണേലും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആരും തന്നെ അബദ്ധവശാൽ പോലും അതെടുത്ത് വായി വെച്ച് ചവയ്ക്കൊന്നും ചെയ്യല്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കുട്ടി ഇന്ന് UK നേഴ്സ് ജോലിയായിട്ട് അത് പോവുമായിരുന്നു. UK പോകുന്ന വഴിക്ക് തന്നെ അതിങ്ങനെ വീട്ടിൽ വെച്ചപ്പം അത് വരുന്ന എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അതിന് ഛർദിലുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഛർദിച്ച് പോകുമായിരുന്നു. എന്തായാലും അന്ന് പോകേണ്ട ദിവസമല്ലേ, അപ്പം എന്തായാലും എയർപോർട്ടിൽ ചെന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴും അത് ഛർദിച്ചു. പിന്നെ അവിടെ കുഴഞ്ഞു വീണു. അവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഡോക്ടേഴ്സ് അതിനോട് എന്തോ കഴിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം ഫുഡ് പോയ്സൺ ആയെന്ന് ആദ്യം പറഞ്ഞു. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നൊന്നും ആകാൻ ചാൻസ് ഇല്ല. അപ്പം അതിങ്ങനെ മെമ്മറി ഓർത്തിട്ട്, അത് നേഴ്സും കൂടെ അല്ലേ, അപ്പം അതിങ്ങനെ ഓർത്തപ്പോൾ അത് ഫോൺ ഇങ്ങനെ വീട്ടിൽ വെച്ചെങ്ങാണ്ട് ഫോൺ ചെയ്ത കൂട്ടത്തിൽ ഈ അരളിപ്പൂ എടുത്തിങ്ങനെ ചവച്ചായിരുന്നു. വീട്ടിലുണ്ട് അരളി, അപ്പോൾ അതെടുത്തിങ്ങനെ വായി വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഫോണിലായിരുന്നല്ലോ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ പൂ എടുത്ത് വായിലിട്ട് ചവച്ചായിരുന്നു. അപ്പം അത് അടിച്ചു നോക്കിയപ്പോൾ അത് പോയിസണാണ്. അങ്ങനെ അവിടെ ഇന്ന് ഇപ്പോൾ ഉച്ചയായപ്പോൾ അമ്മ എന്നെ വിളിച്ചേക്കുന്നു. രാവിലെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന, അപ്പം എന്തായാലും അതിപ്പം മരിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം. അരളിപ്പൂ എന്ന പൂ കഴിച്ചാൽ പലർക്കും മരിക്കുമെന്ന സാധ്യത ഒരിക്കലും നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മളെ വീട്ടിലും അതേപോലെ തന്നെ അമ്പലത്തിലും അതേപോലെ തന്നെ ഹൈവേ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ അരളിപ്പൂ എന്നറിയപ്പെടുന്ന ഈ ഒരു അരളിപ്പൂ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുകയാണെന്നുവെച്ചെങ്കിൽ അതൊരു ഒരു ലിമിറ്റ് വെച്ച് ഏകദേശം ഒരു ഇല 2 ഇലയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ തട്ടിപ്പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. ഈ അരളിപ്പൂ ഇനിയും നമ്മൾ ഇത് വീട്ടിലൊക്കെ വെച്ചിരിക്കുകയാണെന്നുവെച്ചെങ്കിൽ വലിയ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരുപാട് പൂവുകൾ, അരളിപ്പൂ അല്ലാത്ത ഒരുപാട് പൂവുകളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ നമ്മൾ അരളിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ പുഷ്പങ്ങളൊക്കെ വെച്ച് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏതെങ്കിലും കുട്ടി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ പല ആളുകൾ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് പൂ ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ ഒരു പൂ കഴിച്ചിട്ടൊരു ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അത് വിശ്വസിച്ചേ പറ്റൂ. എന്തായാലും ഈ അരളിപ്പൂമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേരളത്തിൽ വളരെ വ്യാപകമായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പൂവാണ് അരളി. അതിമാരകമായ വിഷമാണ് അതിലടങ്ങിയിരിക്കുന്നത്. പക്ഷേ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ആരും ചോദിക്കുവാനും പറയാനും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്ന ഖേദകരമായ വസ്തുതയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. നെറിയം ഒളിയാണ്ടർ എന്നാണ് ഈ അരളിയുടെ ശാസ്ത്രീയ നാമം. പല സ്ഥലങ്ങളിൽ അതിന് പല പേരുകൾ പറയുന്നുണ്ട്. ഫ്രഞ്ച് വില്ലോ എന്നും കരവീരമെന്നും ഒക്കെ അതിന് ധാരാളമായ പേരുണ്ട്. ആ ഫ്രഞ്ച് വില്ലോ എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു വരത്തനാണ് എന്ന്. എന്തുകൊണ്ടാണ് ഈ അരളിപ്പൂ നമ്മുടെ കേരളത്തിൽ ഇത്ര സമർത്ഥമായി വരുന്നത് എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിലെ ദേശീയ ഹൈവേകളുടെ മധ്യത്തിലും മറ്റും ഇത് ധാരാളമായി വയ്ക്കുന്നുണ്ട്. അധികം പൊക്കമുണ്ടാവുന്നില്ല, ചെറിയ പൂക്കളാണ്, എവിടെയും ഏത് വേസ്റ്റ് ലാൻഡിലും വളരും. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഈ അരളി ചെടികൾ വെക്കുന്നത്. കാണാൻ തീർച്ചയായും നല്ല ഭംഗിയുള്ള ചെടികളാണ്.
അതുകൊണ്ട് തന്നെ ഈ അരളിച്ചെടിയുടെ പൂക്കൾ അവിടെ നിന്ന് ശേഖരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്നു. അത്തപ്പൂ ഇടുമ്പോൾ അടക്കം, കേരളത്തിലെ ക്ഷേത്രാരാധനക്കടക്കം, കേരളത്തിലെ ദൈനംദിന പൂവിപണിയിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ചെടിയാണ് ഈ അരളി എന്നുള്ളത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ പരമ്പരാഗതമായ പൂക്കളിൽ ഒരിക്കലുമില്ലാതിരുന്ന അരളി ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. നിവേദ്യങ്ങളിൽ പോലും അത് ഇട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ച, എത്തിപ്പിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 10-14 അരളിയുടെ പൂവോ ഇലയോ ഒരു മുതിർന്ന ആൾ കഴിച്ചാൽ അയാൾ തൽക്ഷണം മരണപ്പെടും. അതിൻ്റെ ഒരു ഇലയോ പൂവോ പോലും ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമാകുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അമേരിക്കയുടെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, അവരാണ് നാഷണൽ സെൻറ്റർ ഫോർ ബയോഡൈവേഴ്സിറ്റി ഇൻഫർമേഷൻ എന്ന പേരിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളെക്കുറിച്ച് വളരെ വ്യാപകമായി അവബോധം നൽകുന്നത്. അവർ പറയുന്നത് ഇത് ഫാറ്റലായ മരണകാരണമാകുന്ന ഒരു സസ്യമാണ് എന്നാണ്. അടിമുടി അതിൽ വിഷമുണ്ട്, അതിൻ്റെ കറയ്ക്ക് വിഷമാണ്, അതിൻ്റെ തണ്ടും വേരും ഒക്കെ മാരക വിഷം അടങ്ങിയതാണ്. അരളിയുടെ പൂവോ ഇലയോ മറ്റോ ഉള്ളിൽ ചെന്നാൽ തലവേദന, ഛർദി, രക്തത്തോടു കൂടിയ വയറിളക്കം, ഹൃദയസ്തംഭനം അടക്കം നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന ഒരവസ്ഥയാണ് ഇതുകൊണ്ട് സംജാതമാകുന്നത്. ഒറിയാൻഡ്രിൻ, ഒറിയാൻഡ്രോസൈഡ്, നെറിയോസൈഡ്, ടെവറ്റിൻ, ടെവറ്റോക്സിൻ എന്നിങ്ങനെ നിരവധിയായ വിഷകാരികൾ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായുള്ള ആളുകൾ ക്ഷേത്രങ്ങളിൽ ഈ ചെടി വെച്ചുപിടിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും അത് നിവേദ്യത്തിൻ്റെ ഭാഗമായോ പ്രസാദത്തിൻ്റെ ഭാഗമായോ നിങ്ങൾക്ക് തരുമ്പോൾ അതിനെ നിഷേധിക്കുകയുമാണ് വേണ്ടത്. നമ്മുടെ ദേവതകൾക്കും ഈ വിഷപ്പൂ അർച്ചിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളത് ഭക്തരായ ആൾക്കാരാണ് പറയേണ്ടത്. ആരണ്യകത്തെ പോലെ ഒരു പരിസ്ഥിതി ചാനലിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ്റെ ഉള്ളിൽ ചെല്ലുകയും മനുഷ്യനുമായി അത് ഇടപഴകുവാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഈ വിഷയം പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും പൂജാപുഷ്പമായി കരുതേണ്ട ഒന്നല്ല അരളി. അത് വർജിക്കപ്പെടേണ്ടതാണ്. അത് പരിസ്ഥിതിക്കും മനുഷ്യനും നമ്മുടെ ചുറ്റുപാടിനും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും ഹാനി. ഒരു ചെറിയ പൂ, ഒരു അരളിപ്പൂ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പൂവിന് ഇത്രത്തോളം വിഷം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, അതും ഒരാൾ മരിച്ച സമയത്ത് തന്നെ. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരുപാട് യൂട്യൂബിലൊക്കെ പല ആളുകളും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അത്രത്തോളം കാര്യം അതാക്കിയില്ല. തണ്ടിൽ അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു അതിന് ഒലിക്കുന്ന ആ ഒരു കറയിൽ അതിൻ്റെ ഇലയിൽ 2 ഇല തിന്നാൽ പോലും ഒരു കുട്ടി മരിച്ചു പോകുമെന്നും ഈ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നു. പൂവ് കഴിച്ചാലും മരിച്ചു പോകുന്നു എന്നും പറയുന്നു. ഇനിയിപ്പോൾ അഥവാ ഈ അരളിപ്പുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഈ അരളിപ്പൂ വിഷാംശമാണ്, ഇത് കത്തിച്ച് ഒഴിവാക്കണം അല്ലെങ്കിൽ വെട്ടി ഒഴിവാക്കണമൊക്കെ ഉണ്ടെങ്കിൽ കത്തിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കത്തിയ ആ ഒരു പുകയിൽ പോലും വിഷമുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്തായാലും ഈ ഒരു പൂവ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുത്ത് കളയേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ അത് ആർക്കും കിട്ടാത്ത കുട്ടികൾക്കും അത് ചെറിയ കുട്ടികൾക്കൊന്നും കിട്ടാത്ത സ്ഥലത്ത് നട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പാമ്പിനെയൊക്കെ പിടിച്ച് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? വിഷം നമുക്ക് പാമ്പ് കൊത്തിക്കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലത്തെ സസ്യങ്ങളായാലും എന്ത് തന്നെ ആയാലും ആളുകളെ ജീവനെ ഭീഷണിയുള്ള സാധനം എന്താണെങ്കിലും നമ്മൾ ഒഴിവാക്കിയേ മതിയാവും. ഇല്ലെങ്കിൽ 8ൻ്റെ പണി നമുക്ക് കിട്ടും.